തുടങ്ങാനായോ? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫുള്ള് കേട്ടില്ല. തുടങ്ങാനായോ? കഴിഞ്ഞു. ബീവി ഉസ്താനെ ക്ഷണിച്ചിരിക്കണം. കഴിഞ്ഞിരിക്കണം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله ما شاء الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ജസിന് പറയണേ. ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ് 66 68 ആളുകൾ കാണുന്നുണ്ട്, സന്തോഷം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നേരെ മുഖവരൊന്നുമില്ല, നേരെ തുടങ്ങുകയാണ്. അതിന് മുമ്പ് ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ ആളുകളും ആക്റ്റീവായിട്ട് ഇത് കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ചില ആളുകൾ ഓണാക്കി പോയിട്ടുണ്ടാവും ചിലപ്പോൾ, പണ്ട് നമ്മളെ CCIP ക്ലാസ്സൊക്കെ കേൾക്കുന്ന പോലെ. എനിവേ ഒന്ന് എല്ലാവരും ടെക്സ്റ്റ് മെസ്സേജിൽ എന്നെ ആക്റ്റീവായിട്ട് കേൾക്കുന്ന ആളുകൾ ഒന്ന് ഹായ് അടിച്ചിട്ട് പോണേ. ഹായ്ന്നോ യെസ്ന്നോ ഒന്ന് എഴുതിയിട്ട് ഒന്ന് ടെക്സ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, പേരുകൾ മാത്രമേ കാണുന്നുള്ളൂ. ആരൊക്കെയാണ്? കുറെ അറിയുന്നവരും കുറെ അറിയാത്തവരൊക്കെ ഉണ്ട്. എനിവേ എനിക്ക് തോന്നുന്നൊരു 20% എന്നെ കുറെ കേട്ട് മടുത്ത ആളുകളായിരിക്കും ഇതിലുണ്ടാവുക. എസ്പെഷ്യലി ബീവിത്താൻ്റെ ഒക്കെ ബാച്ചിലുള്ള ആളുകൾ, അതിൻ്റെ ശേഷമുള്ള ആളുകൾ, ആരൊക്കെ ഉള്ളത് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ പരമാവധി ഇൻട്രാക്റ്റീവായിട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, കൗണ്ടർ ചെയ്യണം, ഞാൻ പറയുന്ന കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കണം. പിന്നെ അപ്പോൾ ആ രീതിയിൽ തന്നെ പോകണം. മൈക്ക് ഓൺ ചെയ്യാം. നിങ്ങളൊക്കെ ട്രെയിനേഴ്സാണ്. ഒരു ഖുർആൻ ക്ലാസ് കേൾക്കുന്ന പോലെ ഇങ്ങനെ മൂടി പൊതിച്ചാലും കേൾക്കണ്ട. സിൻസ് യു ആർ എ ട്രെയിനേഴ്സ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം, ഇടപെടാം, ക്ലാരിഫിക്കേഷനൊക്കെ ചോദിക്കാം. ആ രീതിയിൽ തന്നെ പോകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു റേഡിയോ ടൈപ്പ് ആവും, എനിക്കും നടക്കും. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ് അത്ര എക്സ്പേർട്ട് അല്ല നമ്മൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ CCIP ലാസ്റ്റ് എന്താണ് നിങ്ങളെ അസോസിയേഷൻ ഉണ്ടല്ലോ, ഹിമായ കോഴ്സിൻ്റെ, അവരുടെ ലാസ്റ്റ് സെഷൻ ചെയ്തിരുന്നു. അന്നാണ് ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് ചെയ്തത്, ഓൺലൈനിൽ ഒരു സെഷൻ ചെയ്തത്. പിന്നെ ഇപ്പോഴാണ് ഓൺലൈനിൽ വരുന്നത്. കേൾക്കാറുണ്ട്, സെഷൻ കൊടുക്കാറില്ല. എനിവേ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ, ഈ സമയം സ്വീകരിക്കുമാറാവട്ടെ, ഈ ശ്രമങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിൻ്റെതായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിയ്യത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. ഇത് കേൾക്കുന്ന ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നിയ്യത്ത് നന്നാക്കിയിട്ടിരിക്കുക. കാരണം ഈ സമയം അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ, ഒരു മണിക്കൂർ, എത്രയാണെങ്കിലും അത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഈ സമയം നമുക്ക് വേസ്റ്റ് ആവരുത്. നിയ്യത്ത് നന്നാക്കിയിട്ടിരിക്കുക. ഇന്റൻഷൻ എപ്പോഴും പ്രോപ്പർ ആവണം. ഒരു ട്രെയിനർക്ക് വേണ്ട ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇന്റൻഷൻ ഷുഡ് ബി. അത് എപ്പോഴും സിൻസിയർ ആയിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. കാരണം അതൊരു ദഅവത്തിന്റെ വലിയൊരു ഭാഗമാണ് എന്ത് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ട്രെയിനിങ് എന്നുള്ള വാക്കിൽ നമ്മൾ ഉപയോഗിക്കും, അത് ലിറ്ററലി എന്ത് തന്നെയാണ്, ദഅവത്ത് തന്നെയാണ്. അപ്പോൾ ട്രെയിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ചിലപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ വലിയ സദസ്സിൽ സംസാരിക്കുമ്പോൾ, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ, ഫോട്ടോ കാണുമ്പോൾ, ഫോട്ടോ ഷെയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനൊരു അല്ലെ, ഞാൻ ഉഷാർ എന്നുള്ള സാധനം തോന്നും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ ഇന്റൻഷനാണ്. നിയ്യത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ്. ഇതിൽ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട കരിയർ വിങ്ങിന്റെ അണ്ടറിലാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ കരിയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് മേഖലയിൽ കരിയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഷാർപ്പൻ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വേറെ ഇപ്പോൾ AI ടൂളുകൾ ഉപയോഗിക്കുക, നമ്മുടെ ട്രെയിനിങ് എയ്ഡ്സുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡേ ബൈ ഡേ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നവരും കേൾക്കുന്നവരും കാണുന്നവരൊക്കെയാണ്. അതിന്റെ ക്യാമ്പിലും വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വേറെ ചില ആംഗിളിൽ പറയാമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ നമ്മളെ ഹെഡിങ് കൊടുത്തിരുന്നത് ട്രാൻസ്ഫോം ടു ട്രാൻസ്ഫോം എന്നുള്ളതായിരുന്നു. നമ്മുടെ ട്രെയിനിങ് എപ്പോഴും എന്താ പറയുക, നമ്മൾ ട്രാൻസ്ഫോർമേഷണൽ ആവണം എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് വേറൊരു ഗ്രൂപ്പിലെ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉദു കൊടുക്കുന്ന വെള്ളത്തിന്റെ ഡിസ്കഷൻ, ഉദു കൊടുക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി പറയുന്നിടത്ത് വെള്ളം എന്താ പറയാ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായിരിക്കണം അല്ലെ? മദ്രസാ കാലം തൊട്ടേ നിങ്ങൾ
പഠിച്ചു വന്ന വാക്കാണ്. എന്താണ് ത്വാഹിറും തൊഹൂറും. അത് ഇപ്പോഴും കൺഫ്യൂഷൻ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. എന്താണ് ത്വാഹിർ, എന്താണ് തൊഹൂർ എന്ന് അറിയാത്ത ആൾക്കാർ ഉണ്ടാവാനാണ്. രണ്ടും കാര്യം നിങ്ങൾക്ക് അറിയാം, ഏതാണ് ഏത് എന്നുള്ളത് ചിലപ്പോൾ അറിയാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ചില ആളുകൾക്ക്. ഓക്കെ, അപ്പൊ നമ്മള് ത്വാഹിർ ആവണം, ദെൻ തൊഹൂർ ആവണം. ഒതു കൊടുക്കാൻ എന്താ പറയാ, ഒതു കൊടുക്കാൻ പിന്നെ പറ്റുന്ന വെള്ളത്തിന്റെ ആ ക്വാളിറ്റി വിശദീകരിക്കുന്ന പോലെ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് പണ്ട് പഠിച്ച ഉദാഹരണം തേങ്ങവെള്ളം, കഞ്ഞിവെള്ളം, റോസ് വാട്ടർ, ജ്യൂസ്, ലൈം ജ്യൂസ്, ഇതൊക്കെ സ്വയം ശുദ്ധിയുള്ളതാണ്, നല്ല മധുരമുള്ളതാണ്, രുചിയുള്ളതാണ്. പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ ശേഷിയില്ല. ഞാൻ ഈ പറയുന്ന ഉദാഹരണം നിങ്ങൾ അവനവന്റെ ലൈഫിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. നല്ല നല്ല ഡെക്കറേഷൻ ചെയ്യുന്ന നല്ല ജ്യൂസുകളും അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് കാണാം. പല ടൈപ്പ് ടേസ്റ്റ് ഉള്ള, പല ഫ്ലേവറും ഉള്ള നല്ല നല്ല ജ്യൂസും പിന്നെ ലിക്വിഡൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് സ്വയം നല്ല രസമാണ് കുടിക്കാൻ, കാണാൻ രസമാണ്, പ്രസന്റേഷൻ രസമാണ്, ടേസ്റ്റിയാണ്. പക്ഷെ എന്താണ്, മറ്റൊന്നിനെ അതുകൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റൂല. ഞാൻ ഇതിന്ന് തുടങ്ങാം, നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോ എന്ന് പറയുന്ന പോലെ ഏതൊരു ഗ്രൂപ്പിൽ നമ്മളെ ചർച്ച കിട്ടിയിരുന്നു, എനിക്ക് തോന്നുന്നു. ബാച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ല, കുറെ ബാച്ച് വന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചർച്ച കിട്ടിയിരുന്നു. ഓക്കെ, പക്ഷെ ആ ചർച്ച പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പ് എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം ഞാൻ പിന്നെ കുറെ ബിസി ആയി പോയി. എനിക്ക് അതിന്റെ ഒരു വിശദീകരണം തരണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് പറ്റി നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ത്വാഹിറൻ ഔ തൊഹൂറൻ, അത് ദിവസം നല്ല കേട്ടോ, അത് അങ്ങനെ ഒരു ടേം ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ത്വാഹിറായിരിക്കണം, ശുദ്ധിയായിരിക്കണം, ത്വാഹിറായിരിക്കണം, തൊഹൂറായിരിക്കണം. അപ്പൊ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെയിനറുടെ ഡ്യൂട്ടി മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്, ചുമ്മാ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പണ്ട് കാസിമി പറഞ്ഞ പോലെ മോട്ടിവേറ്റേഴ്സ് ഒക്കെ എന്താണ് പിശാചിന്റെ പണിയാന്ന് പറഞ്ഞ പോലെ ഈ മോട്ടിവേഷൻ എന്നുള്ള വാക്കിന്റെ പലപ്പോഴും പ്രശ്നമാണ്. അതൊരു പ്രോബ്ലമാറ്റിക് വേർഡാണ് മോട്ടിവേഷൻ എന്നുള്ളത്. അപ്പൊ മോട്ടിവേഷനിൽ അപ്പുറം മൈൻഡ് സെറ്റിൽ, ആളുകളുടെ മൈൻഡ് സെറ്റിൽ കയറി കളിക്കാൻ കഴിയണം, കാഴ്ചപ്പാടുകളെ മാറ്റാൻ പറ്റണം. നിങ്ങൾ ഇതിൽ ആരൊക്കെയാണ് ആക്റ്റീവായിട്ട് ട്രെയിനിങ് ഫീൽഡിൽ ഉള്ളത് എനിക്കറിയില്ല. ഒന്ന് ഒരു എസ് എന്ന് പറയോ, ആക്റ്റീവായിട്ട് ഇപ്പോ ട്രെയിനിങ് ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ഒന്ന് എസ് പറയും. എത്ര ശതമാനം ആൾക്കാരുണ്ട് നോക്കാനാണ്. ചുമ്മാ സ്റ്റിൽ ട്രെയിനിങ് ഫീൽഡിൽ ട്രെയിനിങ് കൊടുക്കുകയും ക്യാമ്പിൽ പങ്കെടുക്കുകയും അതിന്റെ ഒരാളായിട്ട് നിരന്തരം ഇടപെടുന്ന എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്, കുറെ ഉണ്ടല്ലോ. കഴിഞ്ഞ എത്ര ഉള്ളൂ? 1 2 3 4 5 6 7 8 9 10 ആളുള്ളൂ. അല്ല, ചെറിയ രീതിയിലും കുഴപ്പമില്ല, ചെറിയ രീതിയിലെങ്കിലും ഇപ്പോഴും അതുമായി എൻഗേജ്. ബേസിക് കംപ്ലീറ്റ് ആവുന്നില്ല, നോ പ്രോബ്ലം. ബേസിക് അല്ലാത്ത ആൾക്കാർ എസ് പറഞ്ഞാൽ മതി. ഇനി ബേസിക്കിൽ തന്നെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഗുഡ്. ഓക്കെ, മാഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഗുഡ്, നിങ്ങൾ എസ് പറഞ്ഞോളൂ, ഞാൻ നോക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ കുറെ ആളുകൾ ഇപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആണ്, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഓക്കെ, അപ്പോ നമ്മള് നിങ്ങൾ ട്രെയിനിങ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടും നിങ്ങളുടെ ഒരു വിഷനൊക്കെ ഉണ്ടാവും. എന്താ ട്രെയിനർ, ചില ആളുകൾക്ക് ട്രെയിനറായ കുറെ പൈസ ഉണ്ടാക്കാലോ എന്നുള്ളതാണ്. ഡെയിലി ട്രെയിനിങ്ങിന് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ കൂട്ടി വെക്കും ചിലപ്പോൾ, അല്ലെ, എത്ര 1000 ഗുണിക്കണം 30 ദിവസം, ഒരു മാസത്തെ ശമ്പളം. അതിങ്ങനെ പൈസ ഫിനാൻഷ്യലി ബെനിഫിറ്റ് കണ്ട് ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്ന ആളുകളുണ്ട്. ചില ആളുകൾ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ, ആളുകളോട് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര പാഷൻ, അങ്ങനെ വന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ പക്ക സിൻസിയർ ആയിട്ട് ദഅവത്ത്, സൊസൈറ്റിയിൽ എന്ത് മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നെ കൊണ്ട് ഈ സോഷ്യൽ പെയിൻ പോയിന്റ് കണ്ടെത്തിയിട്ട് ആ പെയിനിനെ എങ്ങനെ അകറ്റാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു ദഅവത്തായിട്ട് കാണുന്ന പല രീതിയിലുള്ള ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾ വൺസ് ഒരു അഡ്വാൻസ് കോഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോ നിങ്ങളെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ വരുമ്പോ എന്ത് കാഴ്ചപ്പാടാണോ അതിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ആ വ്യത്യാസം എന്തായിരിക്കണം എന്ന് വാശി പിടിക്കല്ല, പക്ഷെ അതിന് ചില ഭാഗം ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിനിങ് ട്രാൻസ്ഫോർമേഷണൽ, അത് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു, എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ സാധാരണ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ
നമ്മൾ വിഷൻ മിഷൻ കോർ വാല്യൂ സെറ്റ് ചെയ്യുന്ന പോലെ പേഴ്സണൽ വിഷൻ പേഴ്സണൽ വാല്യൂ പേഴ്സണൽ മിഷൻ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ പറയുന്നത് നോട്ട് എഴുതി വെക്കുന്നുണ്ടോ? വെറുതെ വായത് കേട്ട് പോരുതേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടതാണെങ്കിലും പരിചയമുള്ള നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ പോലും ഞാൻ കത്തപ്പ കറ എന്താണ് പറയുക കമന്റ് പറയില്ലേ, എഴുതി വെച്ച ഒന്നുകൂടെ മനസ്സിലുണ്ടാവും. ഓക്കെ, എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലേ? എഴുതി വെക്കുന്നവരൊന്ന് ഇങ്ങനെ എസ് അടിച്ചോളി. അപ്പൊ എനിക്കൊരു ഇന്ററാക്റ്റീവ് ഫീലിംഗ് ഉണ്ടാവും. മറ്റേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് ഓൺ ചെയ്യാട്ടോ, എല്ലാവർക്കും മൈക്ക് ഓൺ ചെയ്യാം, ഇടപെടണേ. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ കമ്പനികൾക്കൊക്കെ നമ്മൾ പേഴ്സണൽ വിഷൻ മിഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പേഴ്സണലി നമുക്ക് ആ സംഭവമാണ്. അപ്പോ എന്താണ് വിഷൻ, എന്താണ് മിഷൻ, കോർ വാല്യൂ, ഇത് വേറെ തന്നെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന സംഗതിയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാല് നമ്മളുടെ ഒരു എന്താ പറയാ പിന്നെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടെ 2028 2035 ഞാൻ എന്താണ്, നിങ്ങൾ ഹാദി പോകുമ്പോ ഹാദിയന്റെ ചുമരിന്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹാദിയന്റെ വിഷൻ എന്താണ്, മിഷൻ എന്താണ്, കോർ വാല്യൂ എന്താണെന്നുള്ളത്. അത് ഓരോ ഗവൺമെന്റുകൾക്ക് ഉണ്ടാവും, സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവും, വലിയ വലിയ കമ്പനികൾക്ക് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനത്തെ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരാം. വാട്ട് ഈസ് മൈ വിഷൻ എന്നുള്ള സാധനം. അപ്പോൾ 2030 ആവുമ്പോൾ ഞാൻ എന്താന്നുള്ളതിന്റെ ഒരു കൃത്യമായ ഒരു പിക്ചർ നിങ്ങൾ വെറുതെ എഴുതാൻ കിട്ടൂല. ഒന്നെങ്കിൽ നിങ്ങൾ കൂടി ഇരുന്നിട്ട് ഒരു വർക്ക്ഷോപ്പായിട്ട് നിങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1, 2, 3 ആളുകൾ കൂടി ഇരുന്നിട്ട് നിരന്തരം ഡിസ്കസ് ചെയ്ത് 2032 ഞാൻ എന്താണ് എന്റെ വിഷൻ, അഥവാ ഞാൻ എന്ന വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നുള്ളൊരു സാധനം വിത്ത് തൗഫീഖ്. അതാണ് വിഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറയണ ഞാൻ മിഷൻ എന്ന് പറയുന്നത് ആ വിഷനിലേക്ക് എത്താൻ 2030 ഇന്നൊക്കെ ഒരു പൊസിഷൻ മീൻസ് എന്റെ ലൈഫിന്റെ വാല്യൂ ഇന്നൊക്കെ വാല്യൂ ഉള്ള ഇന്നൊക്കെ ഒരു പൊസിഷൻ ഉള്ള അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളായിട്ട് ഞാൻ മാറുന്നു, ഇന്നൊക്കെ സ്കില്ലുള്ള ഒരാളായിട്ട് ഞാൻ മാറുന്നു, ഒരു ഡെഫിനിഷൻ, ദിസ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും ഞാൻ എന്നുള്ള സംഭവം വിഷൻ. ആ ഒരു വിഷനിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ കുറെ മിഷനുകൾ ഉണ്ടാവും. അപ്പൊ അതിന് നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, ട്രെയിനിങ് ക്ലാസ് ചെയ്യേണ്ടി വരും, കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, നിങ്ങൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ചില വ്യക്തികളെ പോയിട്ട് കാണേണ്ടി വരും, ചില പുസ്തകം വായിക്കേണ്ടി വരും, ചില ഡിസ്കഷൻ കേൾക്കേണ്ടി വരും, ചില ടോക്ക് സീരീസുകൾ കേൾക്കേണ്ടി. ഇതെന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫായിട്ട് സ്യൂട്ടബിൾ ആക്സസബിൾ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ മിഷൻ കോളത്തിൽ എഴുതി വെക്കണം. എന്താണ് ഇപ്പൊ ഉദാഹരണം 2025 കഴിയാൻ പോവാണ്, 2026 പോവാണ്. നമ്മൾ 2024 തന്നെ പറഞ്ഞിരുന്നത് അല്ലെ? 2025 കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഇനി ഡിസംബർ ആണിത്. അപ്പൊ 2026 ഡിസംബറിലേക്ക് നിങ്ങൾ ഇന്ന് എഴുതി വെക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ വളരെ ഹൈർ. 2026 ഡിസംബർ 26 വരെയുള്ള നിങ്ങളുടെ ഒരു വിവിഡ് പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ബ്രോഡ് പ്ലാൻ, ഒരു ഇയർ പ്ലാൻ എന്നൊക്കെ പറയുന്ന പോലെ മന്ത്ലി അതിനെ ഡിവൈഡ് ചെയ്തിട്ട് പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾ എന്താണ് വിഷൻ എന്നുള്ളത് നിങ്ങൾ കുറച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്തി നിങ്ങളുടെ ഡെഫിനിഷൻ കണ്ടെത്തിയിട്ട് ആ ഡെഫിനിഷനിലേക്ക് എത്തിപ്പെടാൻ ആവശ്യമായ മിഷൻ എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കണം. അത് ചുരുക്കി പറയാണ്. ഇതിൽ ഫോളോ അപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആലോചിക്കാം. അപ്പൊ അതിൽ നിങ്ങൾ ഓക്കെ 2026 ഡിസംബർ ആകുമ്പോഴേക്കും ഞാൻ ട്രെയിനിങ് റിലേറ്റഡ് അല്ലെങ്കിൽ എന്റെ ട്രെയിനിങ്ങിന് കുറച്ച് എയ്ഡ് ആയിട്ട് സഹായകമാകുന്ന ഒരു 8 സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ ഞാൻ വായിക്കും, ഒരു 5 ഓട്ടോബയോഗ്രഫി ഞാൻ വായിക്കും, ഒരു 6 റസൂലിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ഞാൻ വായിക്കും, ഒരു 3 അങ്ങനെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ. അതിൽ തന്നെ നിങ്ങൾ ഒരു ടോക്ക് സീരീസോ അല്ലെങ്കിൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ ഒരു 8 വീഡിയോ ഞാൻ കാണും. അല്ലെങ്കിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു 4 പേരെ ഞാൻ ഈ വർഷത്തിൽ പോയിട്ട് നേരിട്ട് ഞാൻ മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാനൊരു 4 കോഴ്സ് ഞാൻ ഈ ഒരു 12 മാസത്തിനുള്ളിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾ അതിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് മിഷനുകളെ എഴുതി വെക്കുക ചുരുക്കത്തിൽ. മറ്റൊന്നുള്ള കോർ വാല്യൂ എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം പേഴ്സണലി കൊണ്ടുവരാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഹാദിയന്റെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, അവിടെ ഉണ്ടാവും കോർ വാല്യൂ. അപ്പൊ അതിലുണ്ടാവും ഇൻക്ലൂസീവ്നെസ്, എല്ലാവരും ഉൾക്കൊള്ളാനുള്ളൊരു സംഗതി, പിന്നെ സോഷ്യൽ ഹാർമണി, അതൊക്കെ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ഇതൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ പേഴ്സണൽ വാല്യൂ ഇപ്പൊ ട്രസ്റ്റ്, ഉദാഹരണം എന്നെ ആർക്കും ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോണസ്റ്റി, അതിൻ്റെ ഒരു പേഴ്സണൽ വാല്യൂ, എൻ്റെ ഒരു കോർ വാല്യൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4, 5 കോർ വാല്യൂ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതൊരു പാർട്ട് ഓഫ് ഇബാദത്തും കൂടെ കേട്ടോ. അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്ത്, സാധാരണ നമ്മൾ കമ്പനികളുടെ കോർപ്പറേറ്റ് ലെവലിൽ സംസാരിക്കുമ്പോൾ പറയുന്നത് വെച്ചാൽ ഒരു ഐഡിയൽ സാധനം നമ്മൾ പറയാം. അതിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷെ ഐഡിയൽ സാധനം നമ്മൾ പറയാം. നമ്മളിത് വേറെ ഒരു ടീമിന് നമ്മൾ മുമ്പ് എടുത്തെടുത്തിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാരൊക്കെ ഇതിൽ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വേണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2, 3 എഴുതി വെക്കാം. ഉദാഹരണമായിട്ട്
ഓക്കെ, ഞാൻ ഇപ്പോ ഉദാഹരണം ട്രസ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ കളവ് പറയാതിരിക്കുക എന്നുള്ള സാധനം, കളവ് എന്നുള്ള സാധനം എന്റെ ലൈഫിൽ ഇനി ഉണ്ടാവില്ല, അതെന്റെ ഒരു കോർ വാല്യൂ ആണ് ഉദാഹരണം. പിന്നെ അറ്റ് എനി കോസ്റ്റ് കളവ് അയാളോട് തന്നെ വാക്കുപാലിക്കണം. കാരണം കളവ് പറയാതിരിക്കുന്നുള്ള എന്റെ കോർ വാല്യൂ ആണ്. ഇപ്പൊ ആർക്കും എന്നെ ട്രസ്റ്റ് ചെയ്യാം. എന്നോട് എന്ത് കാര്യം രഹസ്യം പറഞ്ഞാൽ ഞാൻ അത് മറ്റൊരു ചെവിയിലേക്ക് അത് എത്തൂല. കാരണം ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്റെ കോർ വാല്യൂ ആണ്. അങ്ങനെ തുടങ്ങി അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ കോർ വാല്യൂ സെറ്റ് ചെയ്യാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷനും ഒരു മിഷനും. റസൂലിന്റെ ലൈഫ് അങ്ങനെയാണ്, സ്വഹാബത്തിന്റെ ലൈഫ് അങ്ങനെയാണ്, ആയിഷ ബീവിന്റെ ലൈഫ് അങ്ങനെയാണ്. നിങ്ങൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളൊരു ലേഡീസ് ആയതുകൊണ്ട് ഇതിൽ എത്ര പേര് ആയിഷ ബീവിയെ കുറിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വെച്ചാൽ വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോ ഇവർക്കൊക്കെ കൃത്യമായ ഒരു എന്താ പറയാ കൃത്യമായ വിഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ റസൂലിന്റെ ഹിസ്റ്ററികൾ ഓരോന്ന് എടുത്തു നോക്കി നമുക്ക് മനസ്സിലാവും. ഓരോ ഖലീഫുമാരുടെ ലൈഫിൽ നിങ്ങൾ പൊളിറ്റിക്കലി, സോഷ്യലി, എക്കണോമിക്കലി നിങ്ങൾ അനലൈസ് നോക്കിയേ ഒരുപാട് വിഷയം പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 3 കാര്യം നിങ്ങൾ എഴുതി വെക്കണേ, ബോൾഡ് ആക്കിയിട്ട് വിഷൻ, മിഷൻ, കോർ വാല്യൂ. നമുക്ക് പിന്നെ വിശദമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അത് എങ്ങനെയാണ് ഒരു വിഷൻ, മിഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് ഓക്കെ. ഞാൻ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ പറഞ്ഞു പോവാണ്. സമയം ചിലപ്പോൾ എന്നെ പേടിയാണ്. അപ്പൊ ഞാൻ ടൈമിന്റെ ഉള്ളിൽ തന്നെ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാ. ടൈം ആയി കഴിഞ്ഞാൽ ജസീന ഒന്ന് ഇൻഫോം ചെയ്യണേ ഇൻഷാ അല്ലാ. ഓക്കെ. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഒരു ട്രെയിനർ, ഇത് പുതിയ കോൺസെപ്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവാം, നിരന്തരം ചർച്ച ചെയ്ത ആളുകളുണ്ടാവും. ഞാൻ പറയുമ്പോൾ അതിനെ സെൻസിൽ എടുക്കണേ, തെറ്റിദ്ധരിക്കരുത്. അതിനെ വേറൊരു നെഗറ്റീവ് രീതിയിലേക്ക് നിങ്ങൾ കാണും ചെയ്യരുത്. ആസ് എ ട്രെയിനർ, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞു, അയാൾ തൊഹൂറും ത്വാഹിറും ആയിരിക്കണം. അയാൾ സ്വയം സെൽഫ് ട്രാൻസ്ഫോംഡ് ആയിരിക്കണം. അതേസമയം മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള സ്കില്ല് അയാൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ പണിക്ക് അയാൾ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒന്നാമത്തെ നീയത്ത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഒരു വിഷയം, എനിക്ക് നിങ്ങൾ ഈ ട്രെയിനിങ് എന്ന കരിയറിൽ എങ്ങനെയാണ് ഇതിന്റെ അപ്ഡേറ്റ്സ് എന്തായാലും ക്ലിയർ ആയിട്ട് അത്ര ഡീപ്പായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലുള്ള പോലെ നമ്മൾ പറയാം. ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അള്ളാഹുവിന്റെ അടിമകൾ 2 ടൈപ്പാണ്. ഏത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ 2 ടൈപ്പാണ്. ആബിദും ഉണ്ട്, ആ കൂട്ടത്തിൽ ആരിഫും ഉണ്ട്. ഓക്കെ, ആബിദും ഉണ്ട്, ആരിഫും ഉണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അതിന്റെ സെൻസിൽ മനസ്സിലാക്കണേ. പിന്നെ അപ്പോ ആസ് എ ട്രെയിനർ ആരിഫാണോ ആബിദാണോ അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ഇത് ഡീപ്പ് സാധനമാണ്. ഞാൻ എന്റെ സൂപ്പർഫിഷ്യലായിട്ട് പെരിഫറലായിട്ട് ഞാൻ പറഞ്ഞു പോവാണ്. അറിയുന്നവരൊന്ന് ഷെയർ ചെയ്യോ, വാട്ട് യു മീൻ ബൈ ആരിഫ് ആൻഡ് ആബിദ്? ആർക്കും പറയാം, ട്രെയിനേഴ്സ് ആണ്. ആബിദ് എന്ന് പറയുന്നത് ഒരു അടിമയാണ്. ആരിഫ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണോ? ആബിദ് വേർഡ് മീനിങ് അല്ല, അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നവരാണ് ആരിഫ്. നിങ്ങൾക്ക് പറഞ്ഞത് അതിന്റെ മീനിങ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും പുതിയ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആരിഫ് അയലാ മർത്തബിയിലുള്ള ആള്. ആരിഫ് അയലാ മർത്തബിയിലുള്ള ഓക്കെ, ലോ മർത്തബിയിലുള്ള ആളാ? അല്ല, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള്. ആരിഫ് കർമ്മ അനുഭവിച്ച ആളാണ്. ആബിദ് കർമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാർട്ടിങ് ആബിദ് സ്വന്തം കാര്യം നോക്കുന്ന ആളാണ്, രക്ഷപ്പെടാന്. ആരിഫ് പറയുന്ന ആളാരും പേര് പറയണം. എന്റെ പേര് സയ്യിദ. ഫസ്റ്റ് ബാച്ച് സഹീദ. സമീറത്തിന്റെ ഒക്കെ ബാച്ചില് സഫിയന്റെ ഗുൽഷൻ. യെസ്. അതെ, അയലാമർത്തബിയിൽ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ആബിദ് സ്വന്തമായിട്ട് ബാത്ത് ചെയ്തിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കണ ആള്. ആരിഫ് എന്ന് പറയുമ്പോ കൂട്ടത്തില് മറ്റുള്ളവരും കൂടി അറിഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കണം. സ്വാർത്ഥനും നിസ്സാർത്ഥനാണോ? ഇതാരാ പറയുന്ന ആളാരാ?
റെന സുൽഫത്ത് ബീവി. മാഷാ അല്ലാ. ഓക്കെ ഞാന് നമ്മള് ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ. അപ്പൊ ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പൊ ഇതില് ആരിഫാണോ ആബിദാണോ ആവണ്ടേ? ആരിഫ്. ഈ ടെസ്റ്റ് രണ്ടും ആവണം. ഓക്കെ ഖലാസ്. ഓക്കെ ഇതില് ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അയാൾ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആബിദ് എന്താണ്? ആബിദ് എന്ന് പറഞ്ഞാല് അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അയാൾ കർമ്മങ്ങളിൽ വളരെ കൺസേൺ ആയിരിക്കും, വളരെ കണിഷ്ഠത പുലർത്തുന്ന ആളായിരിക്കും കർമ്മങ്ങളിൽ. ഇപ്പോ എൻ്റെ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കർമ്മങ്ങൾ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുമ്പോൾ വീണ്ടും തെറ്റിദ്ധരിക്കരുത് കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ. അപ്പോ ഇത് ഞാൻ എന്ത് ചെയ്യും, മടക്കി വെച്ചിട്ട് നിസ്കരിക്കൽ കറാഹത്താണ്. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഞാൻ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ ഇവർ കൊട്ടുമ്പോൾ ഇവിടെ ഇതിൽ എങ്ങനെ പിടിച്ചിട്ട് 3 പേരിൽ ഇങ്ങനെ വെച്ച് വളരെ എന്നാൽ കാഴ്ചയിൽ അതിന്റെ സ്ട്രക്ചർ വൈസിൽ വളരെ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഹാർഡ്വെയർ ഒക്കെ അടിപൊളിയായിരിക്കും, സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം അയാള് മാരിഫത്ത് കിട്ടിയ ആളായിരിക്കും. അഥവാ കൃത്യമായ ലൈഫിൽ ഒരു ഗൈഡുള്ള ഒരാൾക്കാണ് കൃത്യമായിട്ട് ഒരു ആരിഫ് ആവാൻ കഴിയുക. ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എല്ലാ കാര്യം മുമ്പ് ഡെഫിനിഷൻ പറയാം. ആബിദ് എന്നുള്ളത് അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട് അങ്ങനെ ഇബാദത്തുമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾ, കർമ്മങ്ങളിൽ വളരെ കണിശതായിരിക്കും. അദ്ദേഹത്തിന് കൃത്യമായ അറിവ് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, അതല്ലെങ്കിൽ ഇബാദത്തുകളിലെ ലദ്ദത്ത് ചിലപ്പോൾ അയാൾക്ക് കിട്ടിക്കോളുന്നില്ല, അതല്ലെങ്കിൽ അറിഞ്ഞു ചെയ്യുന്നതിന്റെ ഒരു സുഖം ചിലപ്പോൾ അയാൾക്ക് കിട്ടിക്കോളുന്നില്ല. അതേസമയം ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൽബും ആമലും തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരിക്കും. ആരിഫ് അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നത്, ഈ നിസ്കാരത്തിന്റെ പർപ്പസ് എന്താണ്, സുജൂദ് റുക്കു ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എവിടെ ഇപ്പൊ നിൽക്കുന്നത്, എന്തിനാണ് അത് ചെയ്യണത്, ആരാണ് പഠിച്ചവൻ, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നല്ല പറയാം. അപ്പോ ഈ അവന്റെ കൽബും അമലും തമ്മിൽ വളരെ കണക്റ്റഡ് ആയ ആളായിരിക്കും ആരിഫ്. ചിലപ്പോൾ മറ്റേ ആബിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മങ്ങൾ വളരെ ടോപ്പായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും, പക്ഷെ അയാൾക്ക് എത്രത്തോളം മൈൻഡ്ഫുൾനെസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ലദ്ദത്ത് കിട്ടുന്നുണ്ടോ എന്നാണ് ആബിദ്. പുറത്തു പോകാൻ ആബിദ് ചെറുതോ അല്ല കേട്ടോ, ഞാൻ ട്രെയിനിങ് പെർസ്പെക്റ്റീവില് സംസാരിക്കണത്. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കാൻ പാടുള്ളൂ, നാളെ വന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞത് പറയരുതേ. ഐ ട്രസ്റ്റ് യു. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കണേ ഇൻഷാ അല്ലാ. പിന്നെ അപ്പൊ ഇതിലിപ്പോ ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂലി കിട്ടുക, അള്ളാഹ്ക്ക് ഇങ്ങനെ വഴിപ്പെടുക, കൂലി ഇങ്ങനെ കിട്ടുക, അള്ളാഹ്ക്ക് വഴിപ്പെടുക, കൂലി കിട്ടുക. അതായിരിക്കും അയാളുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അയാൾ ഇത് ജനറൽ ആയിട്ട് പറയാൻ കേട്ടോ, ഓരോന്ന് വ്യത്യാസം ഉണ്ടാവും. ആരിഫിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് അള്ളാഹുലേക്ക് അടുക്കുക, റൂഹിയായിട്ട് അയാൾക്ക് ഉയരാൻ പറ്റുക എന്നുള്ളതാണ്. റൂഹിയായിട്ട് അള്ളാഹുലേക്ക് ഉയരാൻ പറ്റുക, അള്ളാഹുവിനെ ശരിക്കും അടുത്തറിയാൻ കഴിയുക എന്നുള്ള സംഭവം. ഇപ്പൊ നിങ്ങൾ എന്താ ഹദീസിലില്ലേ, ഉദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ ഒരു കൂട്ടമായിട്ട് എന്നെ ഓർത്താൽ ഞാൻ നിങ്ങൾ അതിനേക്കാൾ വലിയൊരു കൂട്ടത്തിൽ നിങ്ങളെ ഓർക്കും, ഒറ്റക്ക് ഓർത്താൽ ഞാൻ നിങ്ങളെ ഒറ്റക്ക് ഓർക്കും എന്നൊക്കെ പറയുന്നില്ലേ. നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങൾക്ക് എന്നെ മുന്നിൽ ദർശിക്കാം, നിങ്ങൾ CCIP ഫസ്റ്റ് പഠിച്ച ആൾക്കാരൊക്കെ ഇതിൽ ഓർമ്മ ഉണ്ടാവും. ഹദീസായിട്ട് ഫസ്റ്റ് ഇയറിലുണ്ട്, അള്ളാഹുവിനെ അറിയാവുന്ന പാഠത്തിലുണ്ട് അത്. അപ്പൊ മാത്രല്ല, അപ്പൊ ആരിഫും ആബിദും തമ്മിലുള്ള വ്യത്യാസം ബുദ്ധിയുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ രണ്ടിനെയും അങ്ങനെയൊന്നും ആക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ആരിഫിനെ എല്ലാ ആരിഫീങ്ങളും ആബിദീങ്ങളായിരിക്കും. കിതാബ് ഓതുമ്പോൾ നമ്മള് മന്തി കൊടുക്കുമ്പോൾ പഠിക്കലില്ലേ, എല്ലാ ഇതും ഇതല്ല, എല്ലാ അതും ഇതെന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ആരിഫീങ്ങളും ആബിദീങ്ങളാണ്. പക്ഷെ എല്ലാ ആബിദീങ്ങളും ആരിഫീങ്ങളായിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആസ് എ ട്രെയിനർ യു ഷുഡ് ബി ആരിഫ്. നിങ്ങൾ ആരിഫത്താവാൻ നിങ്ങൾ ശ്രമിക്കണം. ആരിഫത്താവാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആബിദത്താണ്. എന്തിനാണ് നിങ്ങളോട് ഈ വിഷയം പറയേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഈ ക്വാളിറ്റി വൈസിൽ നോക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്വാളിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ്, മറ്റുള്ളവരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യേണ്ട ആളുകളാണ്, മറ്റുള്ളവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കേണ്ട ആളുകളാണ്. സ്വാഭാവികമായിട്ടും സ്വന്തം നേരത്തെ പറഞ്ഞ പോലെ അവനവന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ മാത്രം ഇങ്ങനെ മുഴുകി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും ഒരു നന്മയും ബ്രാൻഡ് ചെയ്യാൻ അയാൾക്ക് ഒരു അവസരം കിട്ടൂല, ഒരു നന്മയെയും മാർക്കറ്റ് ചെയ്യാൻ അയാൾക്ക് അവസരം കിട്ടൂല.
അപ്പൊ ഇതൊരു പാർട്ട് ഓഫ് ദഅവത്താണ്. റസൂലുള്ളാഹിന്റെ പിന്മുറക്കാർ അല്ലെങ്കിൽ എന്താണ് ഖലീഫ എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ റസൂലിന്റെ പ്രതിനിധികളാണ്. ആ അർത്ഥത്തിൽ ആസ് എ ട്രെയിനർ നമ്മൾ ആരിഫ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? നാളെ നമുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയാ അടിമ ഉടമ ബന്ധത്തിന്റെ ഒരു വല്ലാത്തൊരു മധുരമുണ്ട്, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്, റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ലദ്ദത്തും ഹലാവത്തും ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. ചില ആളുകൾ എനിക്ക് നരകവും വേണ്ട, സ്വർഗവും വേണ്ട, സ്വർഗം പോലും വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എനിക്കതൊന്നും വേണം, എനിക്ക് എന്നെ കണ്ടാൽ മതി, അല്ലെ? അങ്ങനെ പറയുന്ന ഔലിയാക്കളുണ്ട്. റബ്ബിന്റെ ലിഖാ അല്ലാത്ത ഒന്നും നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോ അവര് പറയുന്നത് എന്റെ ലക്ഷ്യം സ്വർഗമല്ല, എന്റെ ലക്ഷ്യം റബ്ബിനെ, എന്നെ ഇങ്ങനെ ആക്കി എന്റെ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതൊക്കെ വേറെ വേറെ മർത്തബകളാണ്. അള്ളാഹു തആല നമുക്ക് സൗഭാഗ്യം തരട്ടെ മനസ്സിലാക്കാൻ. അപ്പൊ കൃത്യമായ ഒരു ഗൈഡ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അയാൾക്ക് ആരിഫ് ആവാൻ കഴിയും വിത്ത് നോളജ്. അതിനെന്താ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു എന്താ പറയാ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് നിരന്തരം അപ്ഡേറ്റ് ആവും എന്നുള്ളതാണ്. നോളജ് സീക്കിംഗ് എന്നുള്ളത് ഒരു പാഷൻ ആക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. അത് പാഷനായിട്ട് വന്നു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അവന് ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആയിരിക്കും. കാരണം ഒരാളെ അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, അതൊക്കെ പോട്ടെ, ഐ ആം ബ്ലെസ്ഡ് എന്ന് അവനവന് തോന്നണമെങ്കിൽ, ഒരാളെ പറ്റിയിട്ട് മൂപ്പര് ബ്ലെസ്ഡ് ആണ്, അള്ളാഹുവിന് അനുഗ്രഹം കിട്ടിയ ഒരാളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, അഥവാ അതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അയാൾക്ക് അള്ളാഹു ഇൽമ് പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള മനസ്സും സൗകര്യവും അവസരം കഴിവും പ്രാപ്തിയും കൊടുക്കുക എന്നുള്ളതാണ്. അയാള് അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്നുള്ളതിന് തെളിവ്. എന്താണ്? മയുരിദുല്ലാഹു ബിഹി ഖൈറൻ അള്ളാഹു അദ്ദേഹത്തെ ഫിഖ്ഹിന്റെ ഉസ്താദാക്കുന്നല്ല. അതിന്റെ അർത്ഥം ഫിഖ്ഹ് എന്നുള്ള വാക്ക് ബ്രോഡ് മീനിങ് ആണ്. അദ്ദേഹത്തെ പാണ്ഡിത്യമുള്ള ആളാക്കി മാറ്റും. ഹലാലും ഹറാമും ഹക്കും ബാത്തിലും ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിവുള്ള, ആ ശരീഅത്തിനെ കുറിച്ച് അറിയുന്ന, അള്ളാഹിനെ കുറിച്ച് അറിയുന്ന, റസൂലിനെ കുറിച്ച് അറിയുന്ന, റസൂലിനെയും അള്ളാഹിനെയും ഹബ്ബ് വെക്കുന്ന, ഇതിനെ കുറിച്ചൊക്കെ ഡീപ്പ് നോളജ് ഉള്ള ഒരാളാക്കി മാറ്റും എന്നർത്ഥം. അപ്പോ മനസ്സിലൊക്കെ തൊലിക്കുന്ന ഹദീസ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പൊ ഇൽമ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അങ്ങനെ നോളജ് സീക്കിംഗ് പാഷൻ ഉള്ള ഒരാൾക്കേ ആരിഫ് ആവാൻ കഴിയുള്ളൂ. അപ്പൊ അയാൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അയാളുടെ നിസ്കാരം പണ്ടത്തെ നിസ്കാരത്തെക്കാളും മാറിയിട്ടുണ്ടാവും. കാരണം ഹദീസിൽ നിങ്ങൾക്ക് കാണാം, രണ്ടാളുകൾ നിസ്കരിക്കുന്നു. ഹദീസിലുള്ളതാണിത്. അവർ രണ്ടുപേരുടെയും നിസ്കാരം എന്ന് പറയുന്നത് മാ ബൈന സമായി വൽ അർദ് ഡിഫറന്റ് ഉണ്ട് എന്നാ. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട്. അവിടെ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇവിടെ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ രണ്ടാളുടെയും നിസ്കാരത്തിന്റെ ക്വാളിറ്റി ബേസിൽ സ്ട്രക്ചർ ഒക്കെ ഒന്നാണ്. പക്ഷെ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മറ്റേ ആള് ഫുള്ള് എല്ലാ മുറ പോലെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ക്വാളിറ്റിയിലേക്ക് നോക്കുമ്പോൾ ആകാശം ഭൂമി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നു, ആരിഫിന്റെ 2 റക്അത്ത് ആബിദിന്റെ 1000 റക്അത്തിനേക്കാളും ഹൈറായിട്ട് വരും ചില സമയത്ത്. അത് ക്വാളിറ്റിയാണ്. അതെന്തുകൊണ്ടാ വെച്ചാല് അയാൾ ചെയ്യുന്ന കാര്യങ്ങള്, അയാൾ തക്ബീർ കൊട്ടുമ്പോ വരെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ വരെ പടച്ച റബ്ബേ ഒന്നും എന്റെ മുമ്പിൽ വലുതല്ല. എന്റെ ബിസിനസ്സോ എന്റെ പ്രോബ്ലമോ എന്റെ വിഷയങ്ങളോ എന്നെ അലട്ടുന്ന കാര്യങ്ങളോ എന്റെ മക്കളുടെ പ്രശ്നം ഒന്നും എനിക്ക് വലുതല്ല. വലുത് പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ടാണ് ബാങ്കിന്റെ അർത്ഥം കേട്ട് നിസ്കരിക്കുന്ന ഒരാളും അർത്ഥം മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാൻ പോകുന്ന ഒരാളും മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരാളും തമ്മിലുള്ള നിസ്കാരം വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോ എന്തോ ഒരു സീരിയസ് മാറ്ററിൽ നിങ്ങൾ ഇങ്ങനെ എൻഗേജ്ഡ് ആണ്, ഓക്കെ, അത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും. പക്ഷെ അന്നേരം ബാങ്ക് കൊടുക്കണം അല്ലാഹു അക്ബർ. നിങ്ങളിപ്പോ ഏത് വിഷയത്തിലാണ് നിങ്ങൾ എൻഗേജ്ഡ്, അതൊന്നുമല്ല വലുത്, റബ്ബാണ് വലുത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പോയിട്ട് വുദു എടുക്കുന്നു, സ്കാർക്കുപ്പായം മാറ്റുന്നു, എന്നിട്ട് പോയിട്ട് അല്ലാഹു അക്ബർ, പടച്ച റബ്ബേ ഒന്നും എനിക്ക് വലുതല്ല, നിന്നെക്കാളൊന്നും എനിക്ക് വലുതല്ല. അതാണ് ആരിഫിന്റെ നിസ്കാരം വരിക. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഏതായാലും ഇബാദത്തുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ആരിഫ് എന്നുള്ള ക്വാളിറ്റിയിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ എങ്ങനെയാണ് ആരിഫ് ആവുന്ന ചർച്ച ഇവിടെ സ്കോപ്പ് ഇല്ല, നമ്മുടെ ട്രെയിനിങ് സെഷൻ ആണ്. അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഹൗ ടു ബി ആരിഫ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ അതിനുള്ള മെക്കാനിസം, അതിന്റെ ആര്യാത്തുകൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഒന്നത്. മറ്റൊന്ന്, ആസ് എ ട്രെയിനർ നമ്മൾ സാധാരണ പറയും CPD എന്ന് പറയും. CPD എന്താണ്? കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നിങ്ങൾ അത് ഹാബിറ്റുമായി കുറെ കണക്റ്റഡ് ആണ്. നമുക്ക്
ഈ എന്താ പറയാ കുറെ ഗുഡ് ഹാബിറ്റുകൾ, കുഞ്ഞു കുഞ്ഞു ഗുഡ് ഹാബിറ്റുകൾ എഴുതി വെക്കുക, അത് ഹാബിറ്റ് ആക്കി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേസമയം ബാഡ് ഹാബിറ്റിനെ മെല്ലെ മെല്ലെ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഈ പറയുന്ന പോലെ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് CPD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിലെ ട്രെൻഡ് ട്രാക്ക് ചെയ്യുക എന്നുള്ളത്. എനിക്കറിയില്ല, നിങ്ങളിപ്പോ കുറച്ചും കൂടെ നിങ്ങൾ ഇത് എന്നെക്കാളും എൻഗേജ്ഡാ തോന്നുന്നുണ്ട് ട്രെയിനിങ്ങിൽ. അപ്പൊ ട്രെയിനിങ്ങിന്റെ ട്രെൻഡ് എന്താണ്? ഹൗ ടു ഇൻഫ്ലുവൻസ് നമ്മളെ ഓഡിയൻസിനെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ഏത് വേർഡ് ഉപയോഗിച്ചാലാണ്, ഏത് ലെവലിൽ സംസാരിച്ചാലാണ്, അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം അല്ലെ? ഇപ്പൊ എന്താണ് ജെൻസെറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ ആ ജെൻസെറ്റ് നമ്മൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ എന്താണ്, അവർ ഉപയോഗിക്കുന്ന വാക്കുകളെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ചുരുക്കത്തിൽ ട്രെയിനിങ്ങിലെ ട്രെൻഡ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ നേരത്തെ പറഞ്ഞ IDP, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾ ഇത് എഴുതി വെക്കണേ. എഴുതി വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് എഴുതി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ട്രെയിനിങ് ഉണ്ടാകുമ്പോൾ എടുക്കരുത്. ഓക്കെ, IDP, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് പ്ലാൻ. ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ, മിഷൻ, കോർ വാല്യൂ. നിങ്ങൾ പേഴ്സണൽ വിഷൻ എന്ത് ചെയ്യുക, പേഴ്സണൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് സ്കിൽ, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ എത്ര ആൾക്കാരുണ്ട്? കാണുന്നില്ലല്ലോ. എത്ര ആൾക്കാരുണ്ട് ജസീന? 78, 74. മാഷാ അല്ലാഹ്. നിങ്ങൾ 5 ആളുണ്ടെങ്കിലും വളരെ സന്തോഷമാണ് എനിക്ക്. 70 സംതിങ് ആളുണ്ട്. അല്ലാഹു തഖബ്ബൽ മിന്ന. കേൾക്കുന്നതും പറയുന്നതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ ഇത്തിരി 70 ആൾക്കാരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. 80 ആൾക്കാരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പൊ അവിടെ നമ്മൾ പണ്ട് പറഞ്ഞ ഓർക്കുന്നുണ്ടാവും ഒരു USP. വാട്ട് ഈസ് മൈ USP? യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് ബിസിനസ്സിൽ നമ്മൾ പറയും. യുണീക് സെല്ലിംഗ് പോയിന്റ്. ഈ 80 ട്രെയിനേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ആ 80 ട്രെയിനേഴ്സിന്റെ കൂട്ടത്തിൽ ഇവർക്ക് 79 ആൾക്കും ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ട്. ആ സ്കില്ല് ഞാനത് റിസ്ക് എടുത്ത് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ട്രെയിനിങ് എടുക്കുമ്പോൾ അത് എൻ്റെ അടുത്ത് നിന്ന് വരും, അത് ഇവർക്കില്ല. അല്ലെങ്കിൽ അവൾക്കൊരു സംഭവം ഉണ്ട്, അത് എനിക്കില്ല. അങ്ങനെ ഒരു USP, യുണീക് സെല്ലിംഗ് പോയിന്റ്, അത് യുണീക്ക് ആയിരിക്കണം. അത് മറ്റുള്ള ആർക്കും ഇല്ലാത്ത, ചിലപ്പോൾ ലോകത്ത് പോലെ നമ്മൾ തന്നെ യുണീക്കാണ്. ലോകത്ത് എന്നെ പോലെ ലോകത്തൊരാരും ഇല്ല. ഞങ്ങൾ എത്ര ആഭരന്മാരുണ്ടെന്ന് പറഞ്ഞാലും എന്നെപ്പോലെ ഞാനേ ഉള്ളൂ. ഒറ്റ പ്രൊഡക്റ്റേ ഈ ലോകത്തുള്ളൂ എന്നെ പോലെ. അപ്പൊ നമ്മൾ തന്നെ യുണീക്കാണ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് യുണീക്നെസ് കൊണ്ടുവരാം? അപ്പൊ ട്രെയിനിങ്ങിൽ നിങ്ങളുടേതായ ഒരു USP നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്മാർട്ട് ഗോൾ, SMART, സ്മാർട്ട് ഗോൾ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതിന് നിങ്ങൾ പിന്നെ എന്താ പറയാ, നേരത്തെ പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഇയർലി ബേസ്, മന്ത് ബേസ് എന്ത് ചെയ്യുക, അതിലൊന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അഥവാ ഈ മാസം 29-ാം തീയതി ആകുമ്പോൾ, ഈ മാസം 31-ാം തീയതി ആകുമ്പോഴേക്കും എനിക്കൊരു മന്ത്ലി പ്ലാൻ ഉണ്ടായിരിക്കണം. മന്ത്ലി പ്ലാൻ ചിലപ്പോൾ ഒരു പുസ്തകം വായിച്ചു തീർക്കലായിരിക്കാം, അല്ലെങ്കിൽ 4 വ്ളോഗ് കാണലായിരിക്കാം, അതല്ലെങ്കിൽ ഏതൊരു ടോക്ക് സീരീസ് 2 കാണലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച 2-3 ലിങ്ക് ഉണ്ട്, ട്രെയിനിങ് ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ അവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കേട്ട് നോട്ട് ചെയ്തലായിരിക്കാം. കേട്ടോ, മേ ബി അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആവും, നമ്മൾ ലൈവ് ആവും. അതിന് വേണ്ടിയിട്ട് ഞാനത് പറയുന്നത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഞാൻ എന്റെ ടോക്കിനെ കുറിച്ച് എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ വേഗം വിഷയത്തിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ജസീന ടൈമായ അപ്പം നിർത്താൻ പറയണം. നമ്മൾ സാധാരണ പറയുന്ന വിഷയത്തേക്ക് വീണ്ടും ഞാൻ വരികയാണ്. ട്രാൻസ്ഫോം ടു ട്രാൻസ്ഫോം, ത്വാഹിറും ത്വഹൂറും. അതില് സാധാരണ നമ്മൾ ഹാദിയന്റെ നമ്മളിങ്ങനെ ഹാദിക്ക് വരുമ്പോൾ അവിടെ ബോർഡ് ഉണ്ടല്ലേ, നിങ്ങൾ ആയത്തില്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയണ തന്നെയാണ്. അപ്പം നമ്മളാണ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. നിങ്ങൾ സെൽഫ് ട്രാൻസ്ഫോംഡ് അല്ലെങ്കിൽ നമ്മളെ ട്രെയിനിങ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മൾ നിനക്ക് നാളെ ഉത്തരം പറയേണ്ടി വരും. അത് നമ്മൾ ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനോ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ ഒരു കാര്യം. നമുക്കൊക്കെ പൈസ കിട്ടിയാൽ നല്ലത് തന്നെയാണ്. ട്രെയിനിങ് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, കരിയർ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു പേഴ്സണൽ കാര്യം നിങ്ങൾക്ക് തള്ളാൻ കൊള്ളാം. നിങ്ങൾ ട്രെയിനിങ് മേഖലയിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഫിനാൻസ് ലക്ഷ്യം വെക്കാതെ, ഈ പറയുന്നത് എന്നോടും കൂടെയാണ് കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനാണ് ഞാൻ. ഞാൻ വലിയൊരാൾക്ക് സംസാരിക്കല്ല, ഇതൊക്കെ എന്നോടും കൂടെ പറയാണ്. നമ്മൾ ട്രെയിനിങ് എന്നുള്ള ഏത് കാര്യമാണെങ്കിലും പരമാവധി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഭംഗിയായിട്ട് ഞാനത് ചെയ്യും എന്നുള്ളതിലേക്ക് മാത്രം ചിന്ത പോവാണെങ്കിൽ, നമ്മൾ സാധാരണ പറയില്ലേ,
ഫോളോ യുവർ പാഷൻ, മണി വിൽ കം. അല്ലെ? പാഷൻ ഫോളോ ചെയ്താൽ മതി, പൈസ വന്നോളും എന്ന് പറയുന്ന പോലെ ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് കിട്ടി, അവിടെ ഒരു 50 ആളുകൾ, ഉമ്മമാർക്കോ അല്ലെങ്കിൽ പാരന്റ്സിനോ ടീച്ചേഴ്സിനോ കുട്ടിക്കാരായിക്കോട്ടെ, 50 ആളുകളുണ്ട്. ഓക്കെ, അടുത്ത ആഴ്ച ട്രെയിനിങ് ആണ്. 50 ആളുകളെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം. 50 ആളുകളുടെ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിയണം. ഇതിൽ പല ആളുകളും ട്രെയിനിങ്ങിന്റെ ഔട്ട്കം എഴുതി വെക്കാതെ പോകുന്ന ആളുകളാണ്. ഞാൻ കുറെയൊക്കെ ശ്രമിക്കാറുണ്ട്, ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്, കുറെയൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോ ട്രെയിനിങ് ഔട്ട്പുട്ട് ഔട്ട്കം എഴുതി വെച്ചിട്ട് പോകാൻ കഴിയണം. നിങ്ങൾക്ക് പാരന്റിങ് ക്ലാസ് ആണെങ്കിൽ എൻ്റെ ഈ പാരന്റിങ് ക്ലാസ് കഴിയുമ്പോൾ അതിൽ വന്ന ഒരു 40% പാരന്റ്സിന്റെ അവർ പാരന്റിങ്ങിന്റെ വിഷയത്തിൽ ഇന്നും എലമെന്റിന്റെ വിഷയത്തിൽ അവർക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കും. ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ പലപ്പോഴും നമ്മൾ ട്രെയിനിങ് ഔട്ട്കം എഴുതി വെക്കാതെ നമ്മൾ ട്രെയിനിങ്ങിന് പോകാറുള്ളത്. കുറെ ട്രെയിനിങ്ങിന് പോകുന്ന ആളെ സംബന്ധിച്ച് കൊടുത്താൽ അതൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പോകാൻ തട്ടിക്കുറിച്ചൊക്കെ പറയാം എന്നുദ്ദേശിക്കുന്ന ആളുകളും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചെയ്യരുത്. അത് നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു അപമര്യാദയാണ്. അതൊരു എന്താ പറയുക, നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടല്ലോ, അതിന് വിരുദ്ധമായിട്ട് വരും അത്. ഓക്കെ, അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ വിഷയം പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾ അതിനെ പരമാവധി ഭംഗിയായിട്ട് ചെയ്യുക, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കി വഴിയെ അള്ളാഹു തരും. നമ്മളിങ്ങനെ എന്താ പറയാ, അള്ളാഹു തരും. അതങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന പോലെ തരേണ്ട ഡ്യൂട്ടി പഠിച്ചവനാണ്. നമ്മൾ ചോദിക്കലും നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യലും മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ. അത് എങ്ങനെയാണെന്നൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുക, പ്രാർത്ഥിച്ച് നമ്മുടെ കടമ എന്താണ്? പ്രാർത്ഥിക്കൽ മാത്രമാണ്. ഉത്തരം എങ്ങനെ തരും, എപ്പ തരും, ഏത് കോലത്തിൽ തരും, ഇതിനെ കുറിച്ചൊന്നും നമ്മൾ വരയിടാവണ്ട. അത് അള്ളാന്റെ ഡ്യൂട്ടിയാണ്. മുപ്പര് ചെയ്തോളും, അത് പഠിച്ചും ചെയ്തോളും. എങ്ങനെയെന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ കയ്യിൽ അത് അയാൾക്ക് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ അയാൾ ഒരു ട്രെയിനിങ് പ്രൊഫഷനിലേക്ക് കൊണ്ടുപോകാനായിരിക്കാം, അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിലൂടെ ഒരുപാട് ഇൻകം ഉണ്ടാക്കി കൊടുക്കലായിരിക്കാം, അതല്ലെങ്കിൽ അയാൾക്ക് ദഅവ മേഖലയിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനുള്ള മറ്റു തൗഫീക്ക് കിട്ടലായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കലായിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന ആരിഫിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിപ്പെടലായിരിക്കാം. അത് അള്ളാഹ്ക്ക് പഠിച്ചവനെ അറിയുള്ളൂ. നമ്മുടെ കാര്യം, നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, പെർഫോം ചെയ്യുക, ബാക്കിയൊക്കെ പഠിച്ചവൻ കൂട്ടുകൊടുക്കുക. അത് അള്ളാഹിന്റെ ഡ്യൂട്ടിയാണ്. അത് നമ്മളാരും വെറീഡ് ആവണ്ട. ഞാൻ എന്നോടും കൂടെ സംസാരിക്കുകയാണ്. നമ്മൾ വെറീഡ് ആവും. നമ്മൾ ഈമാന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ എന്നാലും പുറപ്പേത് എന്താ ശരിയാവാത്തത്, എങ്ങനെ ഇതാവാം. അതിനൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ എഫേർട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് വേറെ പല കോലത്തിലുമാണ് എന്നുള്ളത് നിങ്ങൾ CCIP-ലൊക്കെ പഠിച്ച ആളുകളുണ്ടെങ്കിൽ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥനയെ പറ്റി പഠിച്ചു കൊടുത്ത് ഒരു പ്രാർത്ഥനയും വേസ്റ്റ് അല്ല എന്ന് പറയുന്നിടത്ത് അതിന്റെ ഷർഹ് നോക്കിയാൽ നിങ്ങൾക്ക് എഫേർട്ടുകളൊന്നും വേസ്റ്റ് അല്ല നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഉമ്മാന്റെ വീട്ടിൽ പോവാണെങ്കിൽ, ബസ് കയറി വണ്ടി കയറി ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണത്. നമ്മളൊക്കെ മക്കളുണ്ട്, ബൈക്കുമ്പൊക്കെ വന്നുകൊണ്ട് കാർ പോസ്റ്റിൽ നിർത്തിയിട്ട് ചാവി ഇങ്ങനെ കറക്കി ഇങ്ങനെ വരില്ലേ. ഈ ചാവി കറക്കി വരുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് വ്യക്തി, അവൻ ചിന്തിക്കുന്നുണ്ടാവില്ല. കാരണം നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓട്ടിയാലും മറ്റേ ഡ്രൈവർ ഉറങ്ങിയാൽ മതി. പക്ഷെ എവിടെ മുട്ടാണ്ട് ഒരു അപകടം സംഭവിക്കാതെ വീട്ടിൽ സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. അതെന്താ പറയുക നിങ്ങള്, അയാൾ വേറെ എന്തിനൊക്കെയോ പ്രാർത്ഥിച്ച പ്രാർത്ഥനന്റെ ഉത്തരം കൊണ്ടാണ് പലപ്പോഴും പല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രാർത്ഥനയും ഒരു എഫേർട്ടും വേസ്റ്റ്. സത്യസന്ധമായി മനസ്സിൽ സത്യം വെച്ചിട്ട് ചെയ്യുന്ന ഒരു അമലും വേസ്റ്റ് അല്ല. നിങ്ങളിപ്പോ വണ്ടില്ലാത്ത ഒരാളൊന്നും പ്രാർത്ഥിച്ചു ഒരു കാറ് വാങ്ങാൻ തോഫിക്ക് തന്നെ കുറെ ഒരു കൊല്ലമായി പ്രാർത്ഥിക്കുന്നു. കാറ് കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടണ്ട. കാരണം അതിനേക്കാൾ വലിയ വലിയ ആപത്ത്, മുസീബത്ത്, നിങ്ങൾക്ക് വരുന്ന വലിയ വലിയ അപകടങ്ങൾ അള്ളാഹു ഒഴിവാക്കിയത് ഈ കാറിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തതുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഹദീസിൽ പഠിച്ച ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാല് നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ചുരുക്കത്തിൽ വിഷയത്തിൽ വരികയാണ്. ഓക്കെ, നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ വലിയ സ്റ്റൈലും വലിയ പെർഫോമൻസും ഒന്നും ആവശ്യമുണ്ടാവില്ല. പണ്ട് നമ്മൾ ആ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പൊ നിങ്ങളുടേതായ തനതായ ശൈലിയിൽ പറഞ്ഞാൽ പോലും അതിന് അസർ ഉണ്ടാവും. അസർ വളരെ എഫക്റ്റ്, അത് റിസൾട്ട് ഉണ്ടാവും. അതെന്താ വെച്ചാൽ ഉള്ളിൽ സത്യമുള്ളത് കൊണ്ട്, നിങ്ങളെ ഇന്റൻഷൻ പ്രോപ്പർ ആയതുകൊണ്ടാണ്. ഓക്കെ, മറ്റാണ് ഈ പരസ്പരം കണക്ട് ആയിക്കൊണ്ടെന്നില്ല. കുറെ ചിന്തകൾ 1 2 3 4 5 ഇങ്ങനെ പറഞ്ഞു പോകട്ടോ. ഒന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മളുടെ ട്രെയിനിങ് ഫീൽഡിൽ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ് എന്നുള്ള ചിന്ത. കാരണം നിങ്ങൾക്ക് ഹദീസിൽ നിങ്ങൾക്ക് കാണാം, ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും ഉത്തമയായ ഒരു സ്ത്രീ ആരാന്ന് ചോദിച്ചാല്
അംഫഉന്നാസ്, ജനങ്ങൾക്ക് അയാളെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അയാള് നമ്മൾ ഈ എന്താ പറയാ, നിങ്ങളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ട്രെയിനിങ്ങിൽ വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി, അപ്പോ നമ്മുടെ ലൈഫിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ്, ട്രെയിനിങ്ങിന്റെ എന്റെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ടിവിറ്റി എന്താണ്, ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ്, അങ്ങനെ പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അംഫഉന്നാസ് എന്നുള്ളത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ആളുകളെ സ്വാധീനിക്കാൻ പറ്റണം. നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ പറ്റണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മോട്ടിവേഷൻ അല്ല. മോട്ടിവേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരാളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ കഴിയൂല, കാഴ്ചപ്പാട് മാറ്റാൻ കഴിയൂല. പുതിയ തലമുറയെ നമുക്ക് മാറ്റണമെങ്കിൽ അയാളുടെ മൈൻഡ് സെറ്റ്, കാഴ്ചപ്പാടിന് മാറ്റാൻ പറ്റണം. ഈ കാഴ്ചപ്പാടിനെ മാറ്റാൻ പറ്റണമെങ്കിൽ അതിന് ചില്ലറ സ്കില്ല് പോരാ, നമുക്ക് നല്ല ബ്രോഡ് വിഷൻ വേണം, നമുക്ക് ഡീപ്പ് നോളജ് വേണം. നമ്മൾ ഏത് വിഷയമാണോ എടുക്കാൻ പോകുന്നത് അതിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മാസ്റ്റർ ആവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അപ്ഡേറ്റഡ് ആവുക, ഇംപ്രൂവ്ഡ് ആവുക, നമ്മൾ ആ വിഷയത്തിൽ സ്ട്രോങ് ആവുക എന്നുള്ളതാണ് നമുക്ക് ആ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ ഓളം സൃഷ്ടിക്കാൻ ഉള്ള മാർഗം. ക്ലിയർ ആയല്ലോ? ഓളം ഇപ്പൊ നിങ്ങളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നിങ്ങളുടെ ട്രെയിനിങ് സ്കില്ല്, ഒരു കുളം, ഒരു അനങ്ങാതെ നിൽക്കുന്ന ഒരു കുളത്തിന്റെ സെന്ററിലേക്ക് നിങ്ങൾ കല്ല് ഇട്ട് കഴിഞ്ഞാൽ, ആ കല്ല് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇങ്ങനെ ഓളങ്ങൾ ഇങ്ങനെ പോണ്ടാവും എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഒരു ഓളം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ആസ് എ ട്രെയിനർ. ഞാൻ ട്രെയിനർ നടത്തി സംസാരിക്കണം, നമുക്ക് അതിന്റെ സ്കില്ല്, നിങ്ങൾ തിയറട്ടിക്കലി സയന്റിഫിക് ആയിട്ട് ട്രെയിനിങ് പഠിച്ച ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സ്കില്ല് ഉണ്ടായിരിക്കണം. അപ്പൊ കുടുംബത്തിൽ ഞാനുള്ളതുകൊണ്ട് എൻ്റെ ഒരു അനുരണനങ്ങൾ എന്താ പറയുക, അതിന് അതിന് ഇമ്പാക്ട് എൻ്റെ ഫാമിലി, എൻ്റെ പെങ്ങളെ വീട്ടിൽ, എൻ്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ബന്ധു വീട്ടിലൊക്കെ അതിൻ്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. എന്താണ്? പെരുമാറ്റം, സ്വഭാവം, ഇടപെടൽ, ഈ ഇഹ്സാൻ എന്ന് പറയുന്നതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു സ്കൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്കൂളിൽ ഇപ്പൊ 10-50 ടീച്ചേഴ്സ് ഉണ്ടാവും, കുറെ കുട്ടികളുണ്ടാവും. അവിടെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്താണ്? നിങ്ങൾ ഇത്രയും കാലം ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര കുട്ടികളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി? ഇത്രയും കാലം നിങ്ങൾ ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്ത ആളുകളുടെ ഓഡിയൻസിന്റെ ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 ഉണ്ടാവും, ചിലപ്പോൾ അല്ലേ? ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ഇത്രയും കാലം എടുത്ത് നിങ്ങളുടെ സദസ്സാലോചിച്ച് നോക്കിയേ, 500 ആൾ കൂടിയത്, 80 ആൾ കൂടിയത്, 100 ആൾ കൂടിയത്, അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിങ് കൊടുത്തതിൽ എത്ര പേരെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട്? നിങ്ങൾ ഉദ്ദേശിച്ച നന്മകളെ എത്ര ആളുകളിലേക്ക് നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓളം സൃഷ്ടിക്കാൻ പറ്റണം. ബഹാദൂസൊക്കെ എപ്പോഴും പറയും, നിങ്ങൾ എവിടേക്കും പോയിക്കോളും, നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും അവിടെ നിങ്ങളുടേതായ ഒരു സർക്കിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതിങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ട് ഇരുന്ന ഒരാൾക്കും ഒരു സർക്കിൾ ഉണ്ടാക്കാൻ കഴിയൂല. അതിന് ഈ പറഞ്ഞ അൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ദഈഫ് അല്ലേ? അങ്ങനെ ഒരു ദഈഫായ മുഅ്മിനത്തിനേക്കാളും നല്ല ഖവിയ്യത്തായ മുഅ്മിനത്താണ് അല്ലേ? നല്ല സ്ട്രോങ് ആയ ലേഡി എന്നുള്ള ഇഷ്ടം. അപ്പൊ അതിന്റെ ഭാഗമാണ് ഇതൊക്കെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ, അപ്പോ എന്താ പറഞ്ഞത്, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ആളാണോ ഞാൻ ആസ് എ ട്രെയിനർ? എന്റെ ട്രെയിനിങ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടോ? അത് ഞാൻ ഇങ്ങനെ ഡെവലപ്പായി പോകുന്നു, എനിക്ക് കുറെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു, എനിക്ക് കുറെ ഫീഡ്ബാക്ക് കിട്ടുന്നു, എന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, ഈ വക സാധനങ്ങളാണോ? അവിടെ നേരത്തെ പറഞ്ഞ പ്രൊഡക്ടിവിറ്റി ആണോ, പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത് ഓരോന്ന് കുറെ പറയേണ്ട കാര്യങ്ങളാണ്. അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. അപ്പോ ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടോ, എന്റെ ട്രെയിനിങ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, മറ്റുള്ളവരുടെ ലൈഫിൽ എനിക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അടുത്തൊരു സംഗതി നമ്മുടെ ട്രെയിനിങ്ങിൽ നമുക്ക് എക്സലൻസ് കൊണ്ടുവരാൻ പറ്റുകയെന്നുള്ളതാണ്. എന്താ പറയാ, ഇഹ്സാൻ കൊണ്ടുവരാൻ പറ്റുകയെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹദീസിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും അല്ലാഹു ഇഹ്സാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന എന്നിലും നിങ്ങളുടെ ഒക്കെ ഒരു ഇഹ്സാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ, പെരുമാറ്റം, ക്ലാസ്, ട്രെയിനിങ്, വായന, വീട്ടുജോലി, എവറിത്തിങ്, അതിലൊക്കെ നമുക്ക് ഈ പറയുന്ന എക്സലൻസിനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. നമ്മൾ സംസാരിക്കുന്ന വിഷയം ട്രെയിനിങ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ട്രെയിനിങ്ങിൽ ഈ പറയുന്ന ഇഹ്സാൻ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം? അതിനെ കേൾക്കുന്നുണ്ടോ? എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? 9 മണി. നമ്മള് തുടങ്ങാൻ കുറച്ച് വൈകിക്കണല്ലോ, അപ്പൊ അതുകൊണ്ട് ഓക്കെ, എത്ര മിനിറ്റ് ഉണ്ടോ ഇപ്പൊ ഇവിടെ? എനിക്ക് നിങ്ങൾ ടൈം പറഞ്ഞാൽ മതി. എത്ര ടൈമായി അവിടെ? 9:05 ആവണം.
9:05 ആവുന്നു. അപ്പൊ ഒരു 9 എത്ര വരെ പോവാ? 9:15 ഏനെ 9:15 വരെയൊക്കെ പോകാം. ഓക്കെ 9:15. ഓക്കെ 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 ഓക്കെ. മറ്റൊന്ന്, ഇത് നേരത്തെ പറഞ്ഞ ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന വിഷയത്തിൽ നമ്മളെ ഒരു ലെവിൻസ് ചേഞ്ച് തിയറി എന്ന് നെറ്റിൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. LEWINS ലെവിൻസ് ചേഞ്ച് തിയറി. അത് പഠിച്ചാൽ മതി, നിങ്ങൾ സെർച്ച് നിങ്ങൾക്ക് കിട്ടും. ലെവിൻസ് ചേഞ്ച് തിയറിയിൽ പറയുന്നത് എന്താ വെച്ചാൽ അതൊരു തിയറിയാണ്. നിങ്ങൾ അതിന്റെ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒന്ന് അൺഫ്രീസ് ദ ബ്ലോക്ക് എന്നുള്ളതാണ്. അൺഫ്രീസ് ദ ബ്ലോക്ക്. രണ്ടാമത്തത് ആക്ടിവിറ്റികൾ. അതിന് ആക്ടിവിറ്റി മീൻസ് ഓറൽ, പിന്നെ മറ്റുള്ള ഗെയിം ആക്ടിവിറ്റി എല്ലാം പെട്ടോ, എല്ലാം പെട്ടു. നമ്മൾ ടോക്കിംഗ്, സംസാരമൊക്കെ പെട്ടു. മറ്റൊന്ന് റീഫ്രീസ് ദ ബ്ലോക്ക് എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ നിങ്ങൾക്കൊരു ടീമിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടി ഓരോ ട്രെയിനികൾ, അവർ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. അപ്പൊ അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ പല കോലത്തിലുണ്ടാവും. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ട്രെയിനിങ് ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് അവരെത്തിക്കണം. അപ്പൊ അതിന് എന്താ പറയാ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അവരിപ്പോ വളരെ റിജിഡ് ആയിരിക്കും, നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റണം? അൺഫ്രീസ് ചെയ്യാൻ പറ്റണം. അൺഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ബ്ലോക്ക്, ഐസ് ബ്ലോക്ക് എന്റെ കയ്യിലുണ്ട്, വലിയൊരു ഐസ് ബ്ലോക്ക്. ഈ ഐസ് ബ്ലോക്കിനെ ഒരു പ്രാവിന്റെ രൂപത്തിലേക്ക് എനിക്ക് മാറ്റണം. ഒരു പ്രാവിന്റെ രൂപത്തിലേക്ക് എനിക്ക് മാറ്റണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ ഐസിനെ ഞാൻ എന്ത് ചെയ്യണം? അൺഫ്രീസ് ചെയ്യണം. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? അൺഫ്രീസ് ആവും. നിങ്ങൾക്ക് പല മെക്കാനിസം സ്വീകരിക്കാം. പുറത്ത് വെക്കാം, വെള്ളം ഒഴിക്കാം, അല്ലെ, തിളപ്പിക്കാം, ചൂട് ഒഴിക്കാം, ഹീറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. എന്റേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയകൾ എനിക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ബ്ലോക്കിന് കുറച്ച് കഴിഞ്ഞാൽ അത് അൺഫ്രീസ് ആവും. ഞാൻ അൺഫ്രീസ് ആക്കി. ഇനി എന്റെ ഔട്ട്കം ഒരു പ്രാവിന്റെ രൂപത്തിലേക്ക് മാറ്റാൻ നിന്നു. അപ്പൊ എനിക്ക് കുറെ ആക്ടിവിറ്റികൾ ചെയ്യണം. എന്റെ അടുത്തൊരു പ്രാവിന്റെ രൂപം ഉണ്ടായിരിക്കണം. ആ പ്രാവിന്റെ രൂപത്തിലേക്ക് ഞാൻ ഈ വെള്ളം എടുത്ത് ഒഴിക്കണം. ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് ഒന്നും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് പ്രാവിന്റെ രൂപത്തിലേക്ക് മാറും, കട്ടായിട്ട് മാറും. അതാണ് റീഫ്രീസ് എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾക്കൊരു ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഓഡിയൻസിനെ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവരൊന്ന് മെൽറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് കുറെ ആക്ടിവിറ്റികൾ ആവശ്യമായിരിക്കും. പല ആക്ടിവിറ്റികളും ചെയ്യേണ്ടി വരും. കഥകൾ പറയേണ്ടി വരും, ലൈഫ് എക്സ്പീരിയൻസ് പറയേണ്ടി വരും, പല മൊഡ്യൂൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്കും അവരെന്താവും? ആ ബ്ലോക്ക്, ആ ഓഡിയൻസ് ആവുന്ന ബ്ലോക്ക് എന്താവും? അൺഫ്രീസ് ആവും. പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലെവൽ ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ലേണിംഗ് ഔട്ട്പുട്ട് എന്താണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, അതിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അതിനെ റീഫ്രീസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒഴുക്കി വിടരുത്. റീഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീസ് മീൻസ് മൈൻഡിൽ അത് നിങ്ങൾക്ക് ഇൻജക്ട് ചെയ്യാൻ കഴിയണം. അതാണ് നേരത്തെ പറഞ്ഞത്, മോട്ടിവേഷൻ അല്ല ആവശ്യമുള്ളത്. അതെന്താ പറയാ, നമുക്ക് ആ രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം, കൺവിൻസ് ചെയ്യാൻ പറ്റണം. അതിനാദ്യം നമ്മൾ സെൽഫ് കൺവിൻസ്ഡ് ആവുക എന്നുള്ളതാണ് മാർഗം. ചില കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചില ആളുകൾ പറയുമ്പോൾ അത് ഉൾക്കൊണ്ട് പറയുമ്പോൾ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾ ആ വിഷയം അതേ മാറ്ററിനെ വേറെ ആൾ പറയുമ്പോൾ ചിലപ്പോൾ അത്തരത്തിനുണ്ട്, അല്ലെ, അത്ര ഉണ്ട് ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാല് അൺഫ്രീസ് ചെയ്യാൻ ആവശ്യമായ ആക്ടിവിറ്റികൾ പിന്നെ റീഫ്രീസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 75% വരെ നമുക്ക് നിങ്ങളെ ഓഡിയൻസിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ബാക്കി 25% അത് സോഷ്യൽ നോംസ് തിയറി പ്രകാരം ചേഞ്ച് ആയിക്കോളും എന്നുള്ളതാണ് ഈ ലെവിൻസ് തിയറിയിൽ പറയുന്നത്. സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ ഈ എറർ മെത്തേഡുകൾ. എന്താ പറയാ, ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ കുറച്ച് ദൂരം നിൽക്കുന്ന ഒരാളെ വിളിച്ചു ഇവിടെ വാന്ന് പറഞ്ഞു, ഒന്ന് നടന്നു വരും. ഓക്കെ, അയാൾ ചോദിക്കണം എത്ര സ്റ്റെപ്പ് നടന്നു. അയാൾ ആലോചിക്കൂല, അയ്യോ ഞാൻ എന്റെ മൈൻഡിലേക്ക് വന്നില്ല എന്ന് പറയും. ഓക്കെ, തിരിച്ചു പോയിക്കോളൂ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? അയാൾ സ്റ്റെപ്പ് ഇടുന്നു. അല്ലെ, അതാണ് സോഷ്യൽ നോംസ് തിയറി എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഒരു അൺഫ്രീസ്, അതിലേക്ക് ആവശ്യമായ ആക്ടിവിറ്റി, ദെൻ റീഫ്രീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക്, ഈ കോൺസെപ്റ്റ് വഴി നമുക്കൊരു 75% ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ട്രെയിനിങ് വഴി. ബാക്കി 25% സോഷ്യൽ നോംസ് തിയറി പ്രകാരം മാറും എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. പ്രാക്ടിക്കലി ഓരോരുത്തരും ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനവൻ്റെതായ സ്കില്ലും കഴിവൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? അയാൾക്കത് നടപ്പിൽ വരുത്താം എന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് അവസാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ വളരെ എന്താ പറയുക, കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം പല ആളുകളുടെയും ട്രെയിനിങ് കഴിയുമ്പോൾ ഫീഡ്ബാക്ക്, ചിലപ്പോൾ ഉറക്കം പറയുന്ന ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും, പക്ഷെ പല വാക്കുകളും ബാഡ്ലി അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഖുറാനിൽ നിങ്ങൾ എന്താ പറയാ, ഖൗലൻ സദീദ അല്ലെ, ആയത്തില്ലേ, എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഖൂലു ഖൗലൻ സദീദ. സദീദ് എന്ന വാക്ക്
എത്രത്തോളം നല്ല ട്രെയിനിങ്ങിൽ എസ്പെഷ്യലി ഓഡിയൻസിന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. എന്ന് പറഞ്ഞാല് വളരെ ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, പർപ്പസ്ഫുൾ ആയിരിക്കണം. ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. അങ്ങനെ അത് കൂടുതൽ വായിക്കുന്ന എന്താ പറയാ, കൂടുതൽ റീഡിങ് ഹാബിറ്റുള്ള വായനാശീലമുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഖൗലൻ സദീദ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വാക്കാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഖൗലൻ സദീദ, വളരെ എന്താ പറയാ സത്യത്തോട് യോജിക്കുന്ന, ഇൻഹിറാഫ് ഇല്ലാത്ത, എന്താ പറയാ ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻസ് ഓഡിയൻസിന് എന്താ അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ, അപ്പൊ അതാണ് ഉദ്ദേശിച്ചത് ഇതാണ് ഉദ്ദേശിച്ചത്, ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, അപ്പൊ ഇങ്ങനെയല്ല അതിന്റെ ഉദ്ദേശം വരിക. ഇത്തരത്തിലുള്ള ടേം നിങ്ങൾ ഉപയോഗിക്കുക. അത് നല്ല എക്സ്പെർട്ടൈസ് നിങ്ങൾ ചെയ്യണം. നിങ്ങളത് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ പറയുന്ന പോലെ എന്താ പറയാ ഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ അതിന്റെ തഫ്സീർ നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ നന്നാവും. ഓക്കെ, എന്താണ് ആ ഖൗലൻ സദീദ കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പൊ നിങ്ങളുടെ ട്രെയിനിങ്ങിനുടനീളം നിങ്ങളുടെ വാക്കുകൾ സദീദ് എന്ന് പറയുന്ന ക്വാളിറ്റിയിലേക്ക് വരുത്താൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ടാണ്, അങ്ങനെ ആണെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏത് ആളുകളുടെ ഹൃദയത്തിൽ അസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.